അർച്ചനയെ പറ്റി എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അങ്ങനെ ശത്രുക്കളെ പൂജ ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ശത്രുക്കളെ പൂജ ചെയ്താൽ നശിക്കുമായിരുന്നെങ്കിൽ നമുക്ക് പല ശത്രുക്കളെയും നശിപ്പിക്കേണ്ടത്. പാകിസ്ഥാനിലോട് പൊട്ടയ്ക്കകത്തേക്ക് എഴുതി കൂടാതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത്. ഇതിന് ജ്യോതിഷ ലാംഗ്വേജിൽ തന്നെ നമുക്ക് മറുപടി പറയാൻ കഴിയും. അതായത് ശത്രു സംഹാര അർച്ചന നമ്മൾ ക്ഷേത്രത്തിൽ പോയി നടത്തുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നാളും നമ്മുടെ പേരുവാ പറയുന്നത്. ശത്രുക്കളുടെ നാളും ശത്രുക്കളുടെ പേരുമല്ല പറയുന്നത്. നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഉത്തരേതാത്മനാത്മാനാം ആത്മാനം അവസാദയേത് ആത്മ ഏവ ആത്മനാ ബന്ധു ആത്മ ഏവ രുപുരാത്മന. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ, നമ്മുടെ ഉള്ളിലെ ആകാംക്ഷ ആഗ്രഹങ്ങളെ, അതൊക്കെയാണ് നമ്മുടെ ശത്രു. ഇപ്പൊ എന്റെ ഒരു ശത്രുവാണ് എന്നെ കൊണ്ട് താങ്കളുടെ മുമ്പിൽ ഇരുത്തിയത്, എന്റെ ഉള്ളിലെ ശത്രു. ഇല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുമോ? അത് ആലോചിച്ച് എന്റെ ഉള്ളിലെ ശത്രുവാണല്ലേ ഇവിടെ കൊണ്ടിരുത്തിയത്. രണ്ടു മൂന്ന് വാക്കുകളും കൂടെ ഉണ്ട്. ഇപ്പൊ മന്ത്രവാദം, ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗമനം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല, ഞാൻ പറയുന്നത് പൂജ, ഇപ്പം മന്ത്രവാദത്തെ എതിർക്കൊണ്ടുണ്ടല്ലോ ഹരി. അപ്പോ കുറച്ചുകൂടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടാണ്, ജ്യോതിഷത്തിലെ പ്രോഗ്രസീവ്നെസ് ആണ് തേടുന്നത്. അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, എങ്കിലും അത് തേടുന്നുണ്ട്. അപ്പോ ആ തേടലില് ഈ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ അവരോട് പറയണ്ടേ? എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കുന്നത് ജ്യോതിഷ നിയമങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. ഞാനിതിന് പുറത്ത് നിന്നുകൊണ്ടല്ല ബോധ്യപ്പെടുത്തുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ പോയാ മതി. ഉത്സാഹിനാം പുരുഷസിംഹം ഉബൈദി ലക്ഷ്മി. ഉത്സാഹിക്കുന്നവനെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഗജകേസരി യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗജകേസരി യോഗം ഉള്ളവരല്ലേ ഇതിന് കുറെ സമ്പത്ത് കൊടുക്കാന്ന് ആരും പറഞ്ഞു വരില്ല. നിങ്ങൾ പ്രവർത്തിക്കണം തന്നെയാണ് ജ്യോതിഷത്തിലും പറയുന്നത്. ഇത് ഞാൻ ഇപ്പൊ പ്രണയിച്ചിട്ട് ഇതിനൊരു ജ്യോതിഷ ആവശ്യമുണ്ടോ? അല്ല, ഒരു വിശ്വാസിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്താ ആവശ്യമുണ്ട്? താങ്കൾ അവിടെ നിന്നിട്ട് സയന്റിഫിക്കലി ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി കേൾക്കൂ? അല്ല, വിശ്വാസികളെല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നത്. വിശ്വാസികളെല്ലാം അങ്ങനെയാണ്, പക്ഷെ കേൾക്കില്ല. അവിടെ ഞാൻ പറഞ്ഞത് പുറത്തു നിന്ന് പറയുമ്പോൾ കേൾക്കില്ല എന്ന് എന്റെ അനുഭവങ്ങളാണ്. പുറത്തു നിന്ന് പറയുന്ന ആളെ ആ അർത്ഥത്തിൽ മാത്രമേ എടുക്കില്ല. ഇങ്ങനെ എന്നെ ഇവിടെ ഉള്ള വിശ്വാസികളെല്ലാം മാറിപ്പോകത്തില്ലേ? അല്ല, അപ്പം ഈ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരെ എതിർക്കില്ലേ ഇത്തരത്തിലൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ? ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നാണ് ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞാൻ കുറേയേറെ വർഷങ്ങളായി ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. തുടക്കകാലങ്ങളിൽ യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ നിന്ന് വ്യാപകമായ ആക്രമണം നേരിട്ടുള്ള ആളാണ് ഞാൻ. അതേസമയം തന്നെ ജ്യോത്സ്യന്മാരിൽ നിന്ന് ആക്രമണം നേരിട്ടിട്ടുണ്ട്, വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ആക്രമണം നേരിട്ടുണ്ട്. ഞാൻ ഈ രവിചന്ദ്രൻ മാഷിന്റെ പുസ്തകവും ജബ്ബാർ മാഷിന്റെ പുസ്തകവും ഒക്കെ വായിക്കുന്ന ആളാണ്. എന്റെ പുസ്തക ശേഖരത്തിൽ അവരുടെ പുസ്തകമുണ്ട്. ഞാൻ ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുന്ന ആളാണ്.